Welcome to Technical Education Series program on Electronic Devices and Circuit. This is the part 2 on transistor as amplifier. In this session, we will discuss on stabilization of operating point, stability factor, biasing circuit, base resistor bias, and voltage divider bias. Stabilization of operating point. ഒരു ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻപുട്ടിൽ സിഗ്നൽ ഒന്നും നൽകാത്ത അവസ്ഥയിൽ ട്രാൻസിസ്റ്ററിന്റെ കലക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കലക്ടർ കറണ്ട് ICയും കലക്ടറിന്റെയും എമിറ്ററിന്റെയും ഇടയിൽ ലഭ്യമാകുന്ന കലക്ടർ എമിറ്റർ വോൾട്ടേജ് VCയും ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ സൂചിപ്പിക്കുന്ന ബിന്ദുവിനെയാണ് നാം ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ട്രാൻസിസ്റ്ററിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് ഒരു നിശ്ചിത സ്ഥാനത്ത് സെറ്റ് ചെയ്ത ഓപ്പറേറ്റിംഗ് പോയിന്റ് തൽസ്ഥാനത്ത് തന്നെ നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ ട്രാൻസിസ്റ്റർ തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്യൂ പോയിന്റ് തൽസ്ഥാനത്ത് നിന്നും മാറിപ്പോകുന്നതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. രണ്ട് പ്രധാന വസ്തുതകളാണ് ഇതിന് ഹേതുവാകുന്നത്. With continued use of an amplifier circuit, the operating point is found to shift to undesirable region due to the following reasons. One, temperature variations. ഇവിടെ ട്രാൻസിസ്റ്ററിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണമാകും. രണ്ടാമത്തേത് ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ് ഡ്യൂ ടു റീപ്ലേസ്മെന്റ് ഓഫ് ട്രാൻസിസ്റ്റർ. ഒരു ട്രാൻസിസ്റ്ററിന് പകരം മറ്റൊരു ട്രാൻസിസ്റ്റർ മാറ്റി വെക്കേണ്ട അവസ്ഥ വരുന്ന സമയത്ത് ഈ രണ്ട് ട്രാൻസിസ്റ്ററുകൾ തമ്മിലുള്ള പാരാമീറ്റർ ചേഞ്ചസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറി പോകുന്നതിനുള്ള കാരണമാവാം. എന്നാൽ ഈ രണ്ട് കാരണങ്ങളും ബാധിക്കാത്ത രൂപത്തിൽ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ തൽസ്ഥാനത്ത് തന്നെ നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തിയെയാണ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് മേക്കിംഗ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ചസ് ആൻഡ് വേരിയേഷൻസ് ഇൻ ദി ട്രാൻസിസ്റ്റർ പാരാമീറ്റർ ഈസ് കോൾഡ് സ്റ്റെബിലൈസേഷൻ. ഇനി ഈ രണ്ട് വസ്തുതകളും ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ഏത് രൂപത്തിൽ ബാധിക്കുന്നു നോക്കാം. ആദ്യമായി ടെമ്പറേച്ചർ വേരിയേഷൻസ്. തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ ടെമ്പറേച്ചർ വർദ്ധിക്കുകയും അതുവഴി ലീക്കേജ് കറണ്ട് കൂടുകയും ചെയ്യും. ടെമ്പറേച്ചർ ഓരോ 10 ഡിഗ്രി സെന്റിഗ്രേഡ് കൂടുമ്പോഴും ലീക്കേജ് കറണ്ട് ഇരട്ടിയാകുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ കളക്ടർ കറണ്ട് വർദ്ധിക്കുന്നത് ട്രാൻസിസ്റ്റർ ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നതിന് കാരണമാവുകയും ചാക്രീയമായുള്ള ഈ പ്രവർത്തനം വഴി കളക്ടർ കറണ്ട് താങ്ങാവുന്നതിലും കൂടുതലുള്ള ഒരു അളവിലേക്ക് ഉയരുകയും ട്രാൻസിസ്റ്റർ കത്തി നശിക്കുന്നതിന് ഹേതുവാവുകയും ചെയ്യും. ഈ പ്രതിഭാസത്തെ തെർമൽ റണ്ണവേ എന്ന് പറയാം. Increase in temperature raises the leakage current. This causes the collector junction temperature to rise, which in turn increases leakage current. This process, being cumulative in nature, may cause the junction temperature of the transistor to exceed its rated value, resulting the burnout of the transistor. This phenomenon is known as thermal runaway. To avoid the impact of temperature on transistor collector current, we can include heat sink, temperature sensitive components, feedback circuit, etc. in the stabilizing circuit. ഇങ്ങനെ ടെമ്പറേച്ചർ വർധനവ് കാരണം ട്രാൻസിസ്റ്ററിൽ ഉണ്ടാകുന്ന ആഘാതത്തെ ഒഴിവാക്കുന്നതിന് ഹീറ്റ് സിങ്ക്, ടെമ്പറേച്ചർ സെൻസിറ്റീവ് കമ്പോണൻസ് അതല്ലെങ്കിൽ ഫീഡ്ബാക്ക് സർക്യൂട്ട് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കി സ്റ്റെബിലൈസേഷൻ നടത്താവുന്നതാണ്. ചേഞ്ച് ഓഫ് പാരാമീറ്റേഴ്സ്. ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്റേഴ്സിൽ ഉണ്ടാവുന്ന മാറ്റം ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള
കാരണമാവാം. ഇവിടെ ഏതെങ്കിലും സാഹചര്യത്തിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസിസ്റ്റർ മാറ്റി പകരം മറ്റൊന്ന് വെക്കേണ്ടതായി വരുമ്പോൾ പകരമായി വെക്കേണ്ട ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ, VBE തുടങ്ങിയ പാരാമീറ്ററുകൾ ആദ്യത്തേതിന് തുല്യമായിരിക്കണമെന്നില്ല. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇത് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ കറണ്ടിൽ മാറ്റം വരുത്തുകയും ഓപ്പറേറ്റിംഗ് പോയിന്റ് തൽസ്ഥാനത്ത് നിന്നും മാറുന്നതിന് കാരണമാകുകയും ചെയ്യും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് ബേസ് കറണ്ടിൽ ആവശ്യമായ മാറ്റം വരുത്തി കളക്ടർ കറണ്ട് ക്രമീകരിച്ച് നിർത്തേണ്ട സംവിധാനങ്ങൾ സ്റ്റെബിലൈസിംഗ് സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. That is, when replacing one transistor in a circuit with another, the parameters such as beta and VBE of the new transistor will not be the same as that of the old one. This results in the shifting of the operating point. Therefore, arrangement must be made to allow base current to change so as to maintain IC and VCE constant in spite of changes in parameters such as beta and VBE. Stability factor എന്താണെന്ന് നോക്കാം. ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ ഒരുക്കിയ സ്റ്റെബിലൈസേഷൻ സംവിധാനം എത്രമാത്രം ഫലപ്രദമാണ് എന്ന് സൂചിപ്പിക്കുന്നതിനുള്ള സാങ്കേതിക പദത്തെയാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ വ്യതിയാനം കാരണം ട്രാൻസിസ്റ്റർ കളക്ടർ കറണ്ടിൽ ഉണ്ടായ മാറ്റത്തിന്റെ അളവും ഹേതുവായ ലീക്കേജ് കറണ്ടിൽ ഉണ്ടായ മാറ്റത്തിന്റെ അളവും തമ്മിലുള്ള അനുപാതത്തെയാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് the rate of change of the collector current with the change in leakage current when the other parameters are held constant. That is, S is equal to delta IC by delta ICO, IB, beta constant. ഇവിടെ സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ വാല്യൂ കുറവാണ് എന്നത് ബെറ്റർ സ്റ്റെബിലിറ്റി കൂടുതലാണ് എന്നതിന്റെ സൂചകമായിരിക്കും. ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ രണ്ട് ജംഗ്ഷനുകൾ ഉൾപ്പെട്ടതാണെന്നും ട്രാൻസിസ്റ്റർ പ്രവർത്തന സജ്ജമാക്കുന്നതിന് ഈ രണ്ട് ജംഗ്ഷനുകൾക്ക് കുറുകെ DC വോൾട്ടേജ് നൽകേണ്ടതുണ്ടെന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ആംപ്ലിഫയറായി ട്രാൻസിസ്റ്റർ പ്രവർത്തിക്കണമെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ ബേസ് ജംഗ്ഷന് കുറുകെ ഫോർവേഡ് ബയാസും കളക്ടർ ബേസ് ജംഗ്ഷന് കുറുകെ റിവേഴ്സ് ബയാസും നൽകണമെന്ന് നമുക്കറിയാം. ഇങ്ങനെ ട്രാൻസിസ്റ്റർ ജംഗ്ഷനുകൾക്ക് കുറുകെ DC വോൾട്ടേജ് നൽകി അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യുന്ന നടപടിക്രമത്തെയാണ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറയുന്നത്. ബയാസിംഗ് of transistor is the process of applying DC voltages across its junctions in order to set the operating point. എന്നാൽ ഇതുവരെ നാം വിവരിച്ചിരുന്ന സർക്യൂട്ടുകളിലെല്ലാം ട്രാൻസിസ്റ്ററിന്റെ രണ്ട് ജംഗ്ഷനുകൾക്ക് ബയാസിംഗ് നൽകുന്നതിന് വേണ്ടി രണ്ട് വ്യത്യസ്ത ബാറ്ററികൾ നാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. VBB അതുപോലെ തന്നെ VCC. ഇവിടെ VBB ഉപയോഗിച്ചിരുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷന് ഫോർവേഡ് ബയസ് നൽകുന്നതിനും VCC ഉപയോഗിച്ചത് കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് നൽകുന്നതിനും വേണ്ടിയിട്ടായിരുന്നു. ഈ രീതിയിൽ ബയാസിംഗ് നൽകുന്ന സംവിധാനം പ്രായോഗികമായി ബുദ്ധിമുട്ടേറിയതും ചിലവേറിയതുമാണ്. അതുകൊണ്ട് യഥാർത്ഥ സർക്യൂട്ടുകളിൽ നാം ഈ ബയാസിംഗ് സംവിധാനം ഉപയോഗിച്ചു വരുന്നില്ല. In the interest of simplicity and economy, the method of biasing transistor using separate batteries VBB and VCC is not used in the actual circuits. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്ററിന്റെ രണ്ട് ജംഗ്ഷനുകൾക്ക് കുറുകെയും ആവശ്യമായ അളവിൽ DC വോൾട്ടേജ് നൽകി ട്രാൻസിസ്റ്റർ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള
ബയാസിംഗ് സർക്യൂട്ടുകൾ സജ്ജീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ സജ്ജീകരിക്കുന്ന ബയാസിംഗ് സർക്യൂട്ടുകൾ 3 പ്രധാനപ്പെട്ട കൃത്യം നിർവഹിക്കുന്നതിന് ഉതകുന്ന രീതിയിലായിരിക്കണം. 1. ഓപ്പറേറ്റിംഗ് പോയിന്റ് ആക്റ്റീവ് റീജിയണിന് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും ഇൻപുട്ട് സിഗ്നൽ നൽകുമ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഉണ്ടാകുന്ന സ്ഥാനചലനം ആക്റ്റീവ് റീജിയനുള്ളിൽ ഒതുങ്ങത്തക്ക രീതിയിലും ആയിരിക്കണം. രണ്ടാമത്തത്, ടെമ്പറേച്ചർ വ്യത്യാസത്തിനെതിരെ കളക്ടർ കറണ്ട് ക്രമീകരിച്ചു നിർത്തണം. മൂന്നാമത്തെ കാര്യം, ഓപ്പറേറ്റിംഗ് പോയിന്റ് ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്ററുകൾക്ക് അതീതമായിരിക്കണം. So, requirements of biasing circuits. Locate the operating point in the middle of the active region of the characteristics and keep the shift of operating point according to the input signal within the active region only. Stabilize the collector current against the temperature variations. Make the operating point independent of transistor parameters. ബേസ് റെസിസ്റ്റർ ബയാസ്. ഒരു സിംഗിൾ ബാറ്ററി ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ ബയാസിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു രീതിയാണ് ബേസ് റെസിസ്റ്റർ ബയാസ്. ഇവിടെ ബേസ് എമിറ്റർ ജംഗ്ഷന് ഫോർവേഡ് ബയാസ് നൽകുന്നതിന് വേണ്ടി VCCയിൽ നിന്നും ഒരു റെസിസ്റ്റർ RB ബേസിലോട്ട് കണക്ട് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. In this method, a single resistor RB is connected between the base and the positive terminal of VCC. ഈ റെസിസ്റ്റർ RBയുടെ വാല്യൂ ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ബേസ് കറണ്ടിന്റെ അളവിനനുസരിച്ച് നിർണയിച്ച് നൽകേണ്ടതാണ്. ഇതിനു വേണ്ടി നമുക്ക് ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് സെക്ഷൻ അനാലിസിസ് ആവശ്യമാണ്. അനാലിസിസ് ഓഫ് ഇൻപുട്ട് സെക്ഷൻ. ഇവിടെ VCC എന്നുള്ളത് 2 ഭാഗമായിട്ട് വിഭജിച്ചു പോകുന്നുണ്ട്. ഒന്ന്, റെസിസ്റ്റർ RBക്ക് കുറുകെ RB/IB ഡ്രോപ്പായും ട്രാൻസിസ്റ്ററിന്റെ ബേസിനും എമിറ്ററിനും ഇടയിലുള്ള VBE ഡ്രോപ്പായിട്ടും മാറുന്നുണ്ട്. അതുകൊണ്ട് ക്രിച്ച്ഹോഫ്സ് വോൾട്ടേജ് ലോ പ്രകാരം നമുക്ക് VCC is equal to IB/RB plus VBE എന്ന് എഴുതാവുന്നതാണ്. ഓർ IB/RB is equal to VCC minus VBE. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ബേസ് സർക്യൂട്ടിൽ കൂടി ഒഴുകുന്ന IBയുടെ മൂല്യം കണക്കാക്കാവുന്നതാണ്. അതായത് IB is equal to VCC minus VBE by RB. ഇവിടെ VBE എന്നുള്ള വോൾട്ടേജ് ഡ്രോപ്പിന്റെ അളവ് VCCയെ അപേക്ഷിച്ച് വളരെ കുറവായത് കാരണം നമുക്ക് VBE നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ഈ ഈക്വേഷനെ VCC/RB എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനമാക്കി നമുക്ക് റെസിസ്റ്റർ RBയുടെ വാല്യൂ VCC/IB എന്ന് കാണാവുന്നതാണ്. ഇവിടെ ഈ സർക്യൂട്ടിൽ since the supply voltage VCC is a fixed known value, once RB is chosen, the base current IB will be fixed in value. For this reason, this biasing circuit is also called fixed bias. ഇവിടെ VCC ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അതോടൊപ്പം തന്നെ RBയുടെ വാല്യൂ നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന IBയുടെ വാല്യൂ ഫിക്സ് ചെയ്തു എന്ന് വരും. അതുകൊണ്ട് ഈ രീതിയിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ഈ സർക്യൂട്ടിനെ നമുക്ക് ഫിക്സഡ് ബയാസ് സർക്യൂട്ട് എന്ന് കൂടെ പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സെക്ഷൻ അനാലിസിസ് നോക്കാം. Considering the output section, the collector current is given by IC is equal to beta IB plus ICEO. ഇവിടെ ബീറ്റ IB എന്നുള്ളത് ഇൻജക്റ്റഡ് കറണ്ടും ICEO എന്നുള്ളത് ലീക്കേജ് കറണ്ടുമായിരിക്കും. ഇൻജക്റ്റഡ് കറണ്ടിനെ അപേക്ഷിച്ച് ലീക്കേജ് കറണ്ടിന്റെ അളവ് വളരെ വളരെ കുറവായത് കാരണം നമുക്ക് ഈ ഈക്വേഷനെ ബീറ്റ ഇൻറ്റു IB ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. അതുപോലെ ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് സെക്ഷനിൽ VCC എന്നുള്ളത്
രണ്ട് ഭാഗമായിട്ട് വിഭജിച്ചു പോകുന്നുണ്ട്. ഒന്ന് റെസിസ്റ്റർ ആർ സിക്ക് കുറുകെയുള്ള IC/RC ഡ്രോപ്പായും ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിന്റെയും എമിറ്ററിന്റെയും കുറുകെയുള്ള VCE ഡ്രോപ്പായിട്ടും പോകുന്നുണ്ട്. അതിനാൽ കിർചോഫ്സ് വോൾട്ടേജ് ലോ പ്രകാരം നമുക്ക് VCC is equal to IC/RC plus VCE എന്ന് എഴുതാം. അതല്ലെങ്കിൽ VCE is equal to VCC minus IC/RC. ഇവിടെ IC വാല്യൂ കാണുന്നതിന് ബീറ്റ ഇൻറ്റു IB ഈക്വേഷനും VCE വാല്യൂ കാണുന്നതിന് VCC മൈനസ് IC/RC എന്ന ഈക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ദി വാല്യൂ ഓഫ് VCE ആൻഡ് കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് IC പ്രൊവൈഡ്സ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ബയാസ്. ഒന്ന്, വെരി സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആസ് ഇറ്റ് റിക്വയർസ് ഓൺലി വൺ റെസിസ്റ്റർ. ഇവിടെ ഒരു റെസിസ്റ്റർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തത്, കാൽക്കുലേഷൻസ് ആർ ഈസി. ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബേസ് കറണ്ട് കാൽക്കുലേഷൻ ചെയ്യാവുന്നതാണ്. Does not load the source since there is no resistor across the base emitter junction. ഇവിടെ ബേസിന്റെ എമിറ്ററിന്റെയും ഇടയ്ക്കായിട്ട് ഒരു റെസിസ്റ്റൻസും മറ്റ് കമ്പോണൻസും വരാത്തത് കൊണ്ട് ഇൻപുട്ട് കൊടുക്കുന്ന സോഴ്സിന് അക്രോസ് ആയിട്ടുള്ള ലോഡിംഗ് എഫക്റ്റ് ഇല്ല എന്ന് മനസ്സിലാക്കാം. അടുത്തത്, ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യാൻ ബി ഫിക്സഡ് അറ്റ് എനി ഡിസൈഡ് പാർട്ട് ഓഫ് ദി ആക്റ്റീവ് റീജിയൻ ജസ്റ്റ് ബൈ സ്യൂട്ടബ്ലി ചേഞ്ചിങ് ദി വാല്യൂ ഓഫ് RB. ഇവിടെ നമുക്ക് ലോഡ് ലൈനിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് സിമ്പിളായി ചെയ്യേണ്ടത് റെസിസ്റ്റൻസിന്റെ വാല്യൂ മാത്രം മാറ്റിയാൽ മതിയാകും. ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ബയാസ്. ഒന്ന്, പുവർ സ്റ്റെബിലൈസേഷൻ. ഇവിടെ ടെമ്പറേച്ചർ വ്യതിയാനത്തിനനുസരിച്ച് കളക്ടർ കറണ്ട് ക്രമീകരിച്ച് നിർത്താനുള്ള സംവിധാനം ഈ സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിന്റെ സ്റ്റെബിലൈസേഷൻ വളരെ മോശമായിരിക്കും. രണ്ടാമത്തത്, ആസ് ദി ബേസ് കറണ്ട് ഈസ് ഫിക്സഡ് ബൈ റെസിസ്റ്റർ RB, ദി കളക്ടർ കറണ്ട് IC ഈസ് സോർലി ഡിപ്പെൻഡന്റ് ഓൺ ബീറ്റ. Therefore, when the transistor is replaced by another having a different value of beta, the operating point shift. ഇവിടെ ബേസ് കറണ്ട് IB എന്നുള്ളത് RBയുടെ വാല്യൂ അനുസരിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കളക്ടർ കറണ്ടിലുള്ള കൺട്രോള് ബീറ്റ മാത്രമായിരിക്കും. ആയതിനാൽ ബീറ്റ മാറുന്ന സ്ഥിതി വരുന്ന സമയത്ത് കളക്ടർ കറണ്ട് ക്രമീകരിച്ച് നിർത്താനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത്, ഹൈ സ്റ്റെബിലിറ്റി ഫാക്ടറാണ്. ഇവിടെ സ്റ്റെബിലൈസേഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി മോശമായതുകൊണ്ട് ഈ സർക്യൂട്ടിന് സ്റ്റെബിലിറ്റി ഫാക്ടർ വളരെ ഹൈ ആയിരിക്കും. എന്നാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ മോശമായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ എന്ന് മാത്രമാണ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. ട്രാൻസിസ്റ്റർ ബയാസിങ്ങിനും സ്റ്റെബിലൈസേഷനും വേണ്ടി വളരെ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ഒരു ബയാസിംഗ് രീതിയാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസ്. സീരീസായി കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് റെസിസ്റ്ററുകൾ VCCക്ക് കുറുകെ കണക്ട് ചെയ്തും അതുപോലെ തന്നെ മറ്റൊരു റെസിസ്റ്റർ എമിറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്തുമാണ് ഈ ബയാസിംഗ് രീതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അതായത് two resistors R1 and R2 in series are connected across the supply voltage VCC and a resistor RE is connected in the emitter circuit. ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് സെക്ഷൻ അനാലിസിസ് ചെയ്ത് നോക്കാം. അനാലിസിസ് ഓഫ് ഇൻപുട്ട് സർക്യൂട്ട്. ഇവിടെ റെസിസ്റ്റർ R1 വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായി ഫ്ലോ ചെയ്യുന്നു. ഒരു ഭാഗം R2 വഴി I2 ആയി ഫ്ലോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗം ബേസ് വഴി IB ആയി ഫ്ലോ ചെയ്യുന്നുണ്ട്. R2 റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ഭാഗത്തു നിന്നും ഇതിന് കുറുകെ വരുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കൂടുതലായത് കാരണം കറണ്ട് IB എന്നുള്ളത് വളരെ
കുറവായിരിക്കും. അതുകൊണ്ട് അനാലിസിസ് പർപ്പസിന് വേണ്ടി നമുക്ക് IB നെഗ്ലക്ട് ചെയ്തുകൊണ്ട് I1 പൂർണ്ണമായും റെസിസ്റ്റർ R2 വഴി ഫ്ലോ ചെയ്യുന്നതായിട്ട് കണക്കാക്കി I1 is equal to I2 എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാം. Let I1 is approximately equal to I2 since IB is very small. ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് സെക്ഷനിൽ നമുക്ക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് VCC is equal to I1 R1 plus I2 R2. എന്നാൽ VCC എന്നുള്ളത് രണ്ടായി ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് R1 നെക്രോസ് ആയിട്ട് I1 R1 ഡ്രോപ്പ് ആയിട്ടും R2 നെക്രോസ് ആയിട്ട് I2 R2 ഡ്രോപ്പ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്യൂട്ട് കൂടി R1 വഴി ഫ്ലോ ചെയ്യുന്ന I1 നമുക്ക് കണക്കാക്കാൻ I1 is approximately equal to I2, that is equal to VCC divided by R1 plus R2 എന്ന് കാണാം. ഇനി ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിന് ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് കിട്ടുന്ന വോൾട്ടേജ് VB എന്നുള്ളത് റെസിസ്റ്റർ R2വിന് കുറുകെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് the voltage at the base relative to the ground is given by VB is equal to I2 R2, and that is equal to VCC divided by R1 plus R2 into R2. ഇനി ഈ VB എന്നുള്ളത് വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്ന് ട്രാൻസിസ്റ്ററിന്റെ ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള VBE വോൾട്ടേജ് ആയിട്ടും രണ്ടാമത്തത് റെസിസ്റ്റർ RE കുറുകെയുള്ള VE ഡ്രോപ്പ് ആയിട്ടും. അതുകൊണ്ട് നമുക്ക് VB is equal to VBE plus VE എന്ന് കാണാവുന്നതാണ്. That is equal to VBE plus IERE. കാരണം VE എന്നുള്ളത് റെസിസ്റ്റർ REക്ക് കുറുകെയുള്ള ഡ്രോപ്പാണ്. റെസിസ്റ്റർ RE കുറുകെ ഉണ്ടാകുന്ന ഡ്രോപ്പ് എന്നുള്ള റെസിസ്റ്റൻസ് വാല്യൂ ഇൻറ്റു IE ആയിരിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് VE എന്നത് VB മൈനസ് VBE എന്ന് എഴുതാവുന്നതാണ്. ഇവിടെ എമിറ്റർ കറണ്ട് IE എന്നത് IE is equal to VB minus VB divided by RE ആയിരിക്കും. ഈ എമിറ്റർ കറണ്ട് കാണുന്നതിന് വേണ്ടിയുള്ള ഈ എക്സ്പ്രഷൻ നമുക്ക് കളക്ടർ കറണ്ട് കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. കാരണം IE വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IC ആയിരിക്കും. So that we can say IC is approximately equal to VB minus VBE divided by RE. Since IE is approximately equal to IC. ഇവിടെ VBE വാല്യൂ VBയെ അപേക്ഷിച്ച് വളരെ ചെറുതായത് കാരണം VB മൈനസ് VBE എന്നുള്ളതിന് പകരം VB മാത്രമായിട്ട് എടുത്ത് നമുക്ക് കളക്ടർ കറണ്ട് കാണാം. അതുകൊണ്ട് കളക്ടർ കറണ്ട് IC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു VB ഡിവൈഡ് ബൈ RE എന്ന് പറയാം. ഈ ഈക്വേഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ ഒരു കോർഡിനേറ്റ് ആയ IC കണ്ടെത്താൻ സാധിക്കും. Now one coordinate IC of the operating point is obtained. ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് സെക്ഷൻ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ VCC എന്നത് ഔട്ട്പുട്ട് സർക്യൂട്ടിൽ മൂന്നായിട്ട് വിഭജിച്ചു പോകുന്നുണ്ട്. ഒന്ന് RCക്ക് കുറുകെയുള്ള ICRC ഡ്രോപ്പായും രണ്ടാമത്തത് കലക്ടറിന്റെയും എമിറ്ററിന്റെയും കുറുകെയുള്ള VCE ഡ്രോപ്പായും മൂന്നാമത്തത് റെസിസ്റ്റർ RE കുറുകെയുള്ള IERE ഡ്രോപ്പായിട്ടും മാറുന്നുണ്ട്. ഈ സ്ഥിതിക്ക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ പ്രകാരം നമുക്ക് VCC is equal to ICRC plus VCE plus IERE എന്ന് കാണാം. ഇവിടെ IEക്ക് പകരമായിട്ട് IC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് VCC is equal to ICRC plus VCE plus ICRC എന്ന് കാണാം. സിൻസ് IE is approximately equal to IC. ഈ ഇക്വേഷൻ പ്രകാരം VCE is equal to VCC minus IC into RC plus RE എന്ന് കാണാവുന്നതാണ്. ഇത് പ്രകാരം നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ രണ്ടാമത്തെ കോർഡിനേറ്റ് ആയ VCE കണ്ടെത്താൻ സാധിക്കും. Now second coordinate VCE of the operating point is up. ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Advantages of voltage divider biasing circuit. ഒന്ന്, operating point is independent of transistor parameters.
ഇവിടെ ഐ സി കണക്കാക്കുന്നത് VB ഡിവൈഡ് ബൈ RE എന്ന രൂപത്തിലായതുകൊണ്ട് ട്രാൻസിസ്റ്ററിന്റെ ഒരു പാരാമീറ്ററും കളക്ടർ കറണ്ടിനെ ബാധിക്കുന്നില്ല. എന്നാൽ VBയുടെ ഒരു ഭാഗമായിട്ട് VBE വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ ബാധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ടാകാം. എന്നാൽ VBE വാല്യൂ VBയെ അപേക്ഷിച്ച് വളരെ കുറവായത് കാരണം ഒരു വിധത്തിലും ട്രാൻസിസ്റ്ററിനെ VBE ഘടകം ബാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തത് എക്സലന്റ് സ്റ്റെബിലൈസേഷൻ എന്നതാണ്. ഇവിടെ സർക്യൂട്ടിൽ നമ്മൾ എമിറ്ററിന് സീരീസിലായിട്ട് ഒരു റെസിസ്റ്റർ RE കണക്ട് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കളക്ടർ കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റർ REക്ക് കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കൂടുകയും അതുവഴി ട്രാൻസിസ്റ്ററിന്റെ ബേസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫോർവേഡ് ബയാസ് VB കുറയുകയും VBയിൽ ഉണ്ടാവുന്ന ഈ കുറവ് കാരണം ബേസ് കറണ്ട് കുറയുകയും ആനുപാതികമായിട്ട് കളക്ടർ കറണ്ടിൽ കുറവുണ്ടാവുകയും കൂടി വരുന്ന കളക്ടർ കറണ്ട് ക്രമീകരിച്ച് നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് കാരണം വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എക്സലന്റ് സ്റ്റെബിലൈസേഷൻ നൽകും എന്ന് പറയാം. ഇനി വോൾട്ടേജ് ഡിവൈഡർ ബയാസിനുള്ള ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ ബയാസിന് പറയാൻ പറ്റുന്ന ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് AC ഫീഡ്ബാക്ക് ത്രൂ RE റെഡ്യൂസസ് ദി വോൾട്ടേജ് ഗെയിൻ എന്നതാണ്. ഈ സർക്യൂട്ടിൽ റെസിസ്റ്റർ RE ഇൻപുട്ട് സർക്യൂട്ടിനും ഔട്ട്പുട്ട് സർക്യൂട്ടിനും പൊതുവായി വരുന്ന ഭാഗമായതിനാൽ പരസ്പരം വിപരീത ഫേസിലുള്ള ഇൻപുട്ട് സിഗ്നൽ കറണ്ടും ഔട്ട്പുട്ട് സിഗ്നൽ കറണ്ടും റെസിസ്റ്റർ RE വഴി പ്രവഹിക്കുകയും റെസിസ്റ്റർ REക്ക് കുറുകെ വിപരീത പൊളാരിറ്റിയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. ഇത് പരസ്പരം ക്യാൻസലേഷൻ നടന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയുകയും അതുവഴി ആംപ്ലിഫയറിന്റെ ഗെയിൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. എന്നാൽ RE റെസിസ്റ്ററിന് കുറുകെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് AC സിഗ്നലിന് ബൈപ്പാസ് നൽകി ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. Now let us conclude this session and we will see the main points we discussed. Stabilization, the process of making operating point independent of temperature changes and variations in transistor parameter is called stabilization. Biasing of transistor is the process of applying DC voltage across its junctions in order to set the operating point. Fixed bias. In this method, a single resistor RB is connected between the base and positive terminal of VCC. Advantages of fixed bias. Very simple in construction. Calculations are easy. Does not load the source. Operating point can be fixed at any desired part of the active region just by suitably changing the value of RB. Disadvantages of fixed bias. Poor stabilization. Q point shift while changing transistor parameters, high stability factor. Then next type is voltage divider bias. Here two resistors R1 and R2 in series are connected across the supply voltage VCC. A resistor RE is also connected in the emitter circuit. Then advantages of voltage divider bias is operating point is independent of transistor parameters and it is having excellent stabilization. Disadvantages of voltage divider bias is only AC feedback through RE reduces the voltage gain. നമ്മൾ ഇവിടെ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷനുകൾ തുടർന്ന് ഈ ചാനലിൽ തന്നെ ലഭ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.